യുകെയിലെ കസ്റ്റമറുടെ തന്നെ ബാക്കിയുണ്ടായിരുന്ന 2 ടോപ്പിൻ്റെ വർക്കുകളാട്ടോ ഞാൻ ഈ ചെയ്യണത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ അയച്ചു തന്ന മെറ്റീരിയലൊന്നും നമ്മൾ പറഞ്ഞ അളവിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടിട്ട് ഷോളായിട്ട് വന്നിരുന്ന മെറ്റീരിയൽ ടോപ്പും പിന്നെ ടോപ്പിനായിട്ടുള്ളത് കൊണ്ടിട്ട് ഷോളും ചെയ്തൊരു ഡ്രസ്സാണ് ഇത്. 2 സൈഡിലും സ്കാലപ്പും പിന്നെ അതിൻ്റെ കോർണർ ഭാഗത്ത് ചെറിയ എംബ്രോയ്ഡറി വർക്ക് വരുന്ന രീതിയിലാണ് അതിൻ്റെ ഷോള് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിലെ നമ്മുടെ അടുത്തൊരു കുർത്തി സെറ്റത്തിൻ്റെ അൺബോക്സിംഗ് ആണ് ഇത്. ടോപ്പും ഷോളും ബോട്ടും ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി സെറ്റായിരുന്നു കേട്ടോ. പിന്നെ ക്രിസ്മസിൻ്റെ തലേന്നാണെന്നുണ്ടെങ്കിൽ കുറേ ലേറ്റായിട്ടാണ് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് പോയത് കേട്ടോ. അപ്പോൾ അന്നേരം ഇട്ടപ്പോഴേക്ക് എനിക്ക് എൻ്റെ വീഡിയോ ഒന്നും നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിറ്റേ ദിവസം വന്നിട്ടാണ് ഞാൻ ഈ ഒരു ബാക്കിയുണ്ടായിരുന്ന വർക്കുകളെല്ലാം തീർത്തെടുത്തത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷോളിനായിട്ട് വന്ന ആ ഒരു കോട്ടൻ്റെ മെറ്റീരിയലാണ് നമ്മൾ ഈ ഒരു എ ലൈൻ മോഡൽ ടോപ്പ് ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ സ്ലീവ് എൻഡിങ്ങിലും ബോഡി പാർട്ടിലും എംബ്രോയ്ഡറി വർക്കും കൂടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ എൻ്റെ കൈവശിരിക്കണ ഒരു നോർമൽ അയൺ ബോക്സിലാണെന്നുണ്ടെങ്കിൽ തേച്ചിട്ട് അതിൻ്റെ ചുളിവ് പോലും പോകണുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സെറ്റ് വരണം കേട്ടോ. പിന്നെ അടുത്ത ഒരു ടോപ്പിലാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിൽ പേൾ ബീഡൊക്കെ യോക്കിൽ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴത്താണെന്നുണ്ടെങ്കിലും ലൈനിങ്ങിൻ്റെ താഴെ നമ്മൾ ഒരു പീച്ച് കളറിലെ കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് അതിൻ്റെ ടോപ്പിൻ്റെ താഴെയും സ്ലീവിൻ്റെ എൻഡിങ്ങിലും ഒക്കെ കൊടുത്തിരിക്കണം കേട്ടോ. 2 ടോപ്പ് ചെയ്തതിൽ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ടോപ്പാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.